ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കും. നമ്മുടെ കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്വന്തമായിട്ട് തീരുമാനമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അതായത് രക്ഷകർത്താക്കൾ, വിവാഹം കഴിഞ്ഞു പോയവർ, 18 വയസ്സിന് മുകളിലുള്ളവർ എന്നിവരെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രോണപ്സ് ആയല്ലേ, വോട്ടവകാശവും നമുക്കുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം, അതായത് നമ്മൾ തീരുമാനം എടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വിവാഹത്തിലാവാം, നമ്മുടെ ജോലിയിലാവാം, നമ്മുടെ വിദ്യാഭ്യാസത്തിലാവാം, നമ്മളൊരു വസ്തു വാങ്ങുന്നതിലാകാം, അല്ലെങ്കിൽ കൊടുക്കുന്നതിലാകാം, സ്വന്തമായി നിർമ്മിക്കുന്നതാകാം. അങ്ങനെ പല കാര്യങ്ങളും കാണും അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നു. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോ എല്ലാം നമുക്ക് വേണ്ടി തീരുമാനം എടുക്കും അല്ലേ. നമ്മളോട് അന്വേഷിക്കാതെ, നമ്മുടെ അനുവാദമില്ലാതെ എല്ലായിടത്തും അവർ കയറി അഭിപ്രായം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കുകയും അതിൻ്റെ തീരുമാനത്തിൽ എത്തുകയും ചെയ്യണം. പണ്ടത്തെ കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-100 വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണെന്ന് വെച്ചാൽ അമ്മാവന്മാരായിരുന്നു കൂടുതലും തീരുമാനങ്ങൾ എടുക്കുക. അന്ന് അച്ഛൻ്റെ സ്ഥാനത്തിന് വലിയ വിലയില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയാണോ? അല്ല. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ സ്ഥാനമുണ്ട്. അതുപോലെ രണ്ടുപേർക്കും കൂടി ഏത് തന്നെ തീരുമാനം എടുക്കാനുമുള്ള അവകാശവുമുണ്ട്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ അത് എന്ത് വിഷയത്തെക്കുറിച്ചായാൽ തന്നെയും നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിലെത്താനും അത് സ്വതന്ത്രമായി തീരുമാനിക്കാൻ അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾക്ക് കേൾക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാട്ടിയും പ്രായമുള്ളവരും പക്വതയുള്ളവരും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് ചില പോയിൻറ്റ്സൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരും. അത് തള്ളിക്കളയരുതെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ സ്വന്തം കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് കരുതിയിരിക്കുക. കാര്യം പണ്ടത്തെ കാലമല്ലേ ഇന്ന്. നമുക്ക് ഇന്നൊരു ഫാസ്റ്റ് മൂവിങ് വേൾഡാണ്. എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ അറിയണമെന്നില്ല, എല്ലാവരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരുമല്ല, എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരുമല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ് സൂട്ടബിൾ അത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒരു വിവാഹ ജീവിതത്തിൽ കടക്കുമ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങൾ കാണുമല്ലേ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നമുക്കതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയുക. അത് പറയാൻ മടിക്കരുത്. എന്ത് തന്നെ ആയാലും നമ്മൾ തുറന്നു പറയണം ആ കാര്യങ്ങളിൽ തന്നെ. അതുപോലെ തന്നെ നമ്മുടെ വസ്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബിലോങ്ങിങ്സോ ഒക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഓഹരി വയ്ക്കുമ്പോഴോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലും മറ്റുള്ളവരെ കൂടുതൽ കൈ കടത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് നാളെ നമുക്കത് തിരിച്ചൊരു ഉണ്ടാവാതിരിക്കുക. നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആൾക്കാർ താല്പര്യം കാണിക്കുക, അവർക്കിഷ്ടമുള്ളതുപോലെ അവർ സംസാരിക്കുക, വായി തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓപ്പോസിറ്റ് ആളിനെ ഹേർട്ട് ചെയ്തിട്ട് പിന്നെ അവരൊന്നും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അവർ വറീഡല്ല. പക്ഷേ ഈ കേൾക്കുന്ന വ്യക്തിയോ അവർ ഒരുപാട് വറീഡാവും അല്ലേ. അവരുടെ സ്വന്തം ഒപ്പീനിയൻസ് പറയാൻ പറ്റാതെ, അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾ നടത്താൻ പറ്റാതെ അവർ ഒരുപാട് വറീഡാവും. അപ്പോൾ ആ വറിനെസ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചില സാഹചര്യത്തിലൊക്കെ നിൽക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം, അത് ശരിയാണോ, അത് തെറ്റാണോ? അവരുടെ ഷൂസിൽ നമ്മളൊന്ന് നിന്ന് നോക്കണം. എന്നിട്ട് ചിന്തിക്കണം, ആ ചെയ്യുന്നത് നല്ലതിനാണോ, അഴുക്കയ്ക്കാണോ, അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ തലയിടേണ്ട ആവശ്യമുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്വയം ബോധവാനും ബോധവതിയായിരിക്കണം. കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ നമുക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഇടപെടാവുള്ളൂ. അതുപോലെ തന്നെ
അമ്മാവന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ നടക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളായാലും മുതിർന്നവരായാലും അവരവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും കാണും. അതനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മമ്മയുടെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ അമ്മാവൻ്റെ ആഗ്രഹപ്രകാരം ഒന്നും തന്നെ ഇന്നത്തെ ഫാമിലി ലൈഫിൽ ഒരു കാര്യവും നടക്കത്തില്ല. അതെല്ലാം ജീവിക്കുന്നവരുടെ ഇഷ്ടത്തിന് നമ്മൾ തീർച്ചയായിട്ടും വിട്ടുകൊടുക്കണം. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതിഷ്ടമാണോ, അവർ 100% അവർക്ക് സ്വീകാര്യമാണോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുമോ എന്നത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് പറയുന്നത്, വി മസ്റ്റ് മൈൻഡ് അവർ ഓൺ ബിസിനസ് ബിഫോർ വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു സംബഡി എൽസസ് ബിസിനസ്. സോ ബി അവെയർ, be polite and let others live. Thank you for watching and see you soon with another vlog. Till then, bye for now. Bye.